ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. 2 കേസുകളിലും മുരാരി ബാബുവിന്റെ ഇടപെടൽ വ്യക്തമായ സാഹചര്യത്തിലാണ് തീരുമാനം. അതേസമയം ഇന്ന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കേസിലും കട്ടിളപ്പാളി കേസിലും ബി മുരാരി ബാബു ജാമ്യം തേടിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം തേടിയത്. എന്നാൽ 2ാം പ്രതിയായ മുരാരി ബാബുവിന് കേസന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കരുതെന്ന SIT വാദം പരിഗണിച്ചാണ് കോടതി ജാമ്യം തള്ളിയത്. എ പത്മകുമാറിനെ നാളെ വൈകിട്ട് 5 മണി വരെയാണ് SIT കസ്റ്റഡിയിൽ വിട്ടത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് പത്മകുമാറിനെ പുറത്തിറക്കിയപ്പോൾ കോൺഗ്രസ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. പത്മകുമാറിനെ SIT സംഘം ചോദ്യം ചെയ്യുകയാണ്. അതേസമയം ശബരിമല തന്ത്രിമാരായ കണ്ഠരര് രാജീവരുടെയും മോഹനരുടെയും മൊഴി പ്രത്യേക സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് സ്വർണ്ണപ്പാളിയിൽ അറ്റകുറ്റപ്പണിക്കായി അനുമതി നൽകിയതെന്നാണ് മൊഴി. SIT കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലാണ്. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യരായ എത്രയോ പേരുണ്ട്. സ്വാമി ശരണം. മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.